-1, x7 ഇവ സമാന്തര ശ്രേണിയിലായാൽ എക്സിൻ്റെ വില കാണുക. -1, x7 ഇവ സമാന്തര ശ്രേണിയിലാണ്, അരിത്മെറ്റിക് സീക്വൻസിലാണ്, എക്സിൻ്റെ വില കാണണം. നമുക്ക് ഒരു സൂത്രവാക്യം ഉപയോഗിക്കാം. എ ബി സി ഇവ സമാന്തര ശ്രേണിയിലാണെങ്കിൽ, ഇവ സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളായാൽ സമാന്തര ശ്രേണിക്ക് ഇംഗ്ലീഷിൽ അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാം. അപ്പോൾ എ ബി സി ഇവ ഒരു സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയുടെ വർഗത്തിന് തുല്യമാണ്. സംഖ്യ ഏത്? സംഖ്യ നമുക്കറിയില്ല. സംഖ്യ എക്സ് എന്ന് സങ്കല്പിക്കുക. സംഖ്യയുടെ 4 മടങ്ങ് പറഞ്ഞ് ഗുണിക്കുക. അപ്പോൾ സംഖ്യയുടെ 4 മടങ്ങ് സംഖ്യ എക്സ് ആണ്, അതിനെ 4 കൊണ്ട് ഗുണിക്കുക. 4x സംഖ്യയുടെ 4 മടങ്ങ് എന്നത് ആ സംഖ്യയുടെ വർഗം പറഞ്ഞാൽ സ്ക്വയർ, ആ സംഖ്യയുടെ വർഗം സംഖ്യ എക്സ് ആണ്, അതിൻ്റെ സ്ക്വയർ. ഇതിന് രണ്ടിനും തുല്യമാണെന്ന് പറയുന്നത്. ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ടും നടന്നു. ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്ര? പുറപ്പെട്ട സ്ഥാനം O ആണെന്ന് സങ്കല്പിക്കുക. അവിടുന്ന് നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ട് ഈസ്റ്റ് ഡയറക്ഷനിൽ 5 മീറ്റർ നടന്നു. തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ട്, ഇവിടുന്ന് 12 മീറ്റർ വടക്കോട്ട്. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ 110 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? മണിക്കൂറിൽ 100 കിലോമീറ്റർ സഞ്ചരിക്കുന്നത്, അതായത് 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ 1 മണിക്കൂർ. 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര വേണം? 1 മണിക്കൂർ വേണം. 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ 1 മണിക്കൂറാണെങ്കിൽ ഇതിന്ന് ആയതുകൊണ്ട് 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 100 രണ്ട് സംഖ്യകളുടെ 10% തമ്മിൽ 100ന്റെ വ്യത്യാസമുണ്ട്. സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. 2 സംഖ്യകളാണ്, നമുക്കത് എ ബി എന്നെടുക്കാം. ഈ സംഖ്യകളുടെ 10%, ഇതിൻ്റെ ഓരോന്നിൻ്റെയും 10% കാണുക. എയുടെ 10% a × 10/100, ബിയുടെ 10% b × 10/100. നമുക്ക് രണ്ടിൻ്റെയും 10% കണ്ടു. ഈ 10% തമ്മിൽ 100ന്റെ വ്യത്യാസം പറഞ്ഞാൽ കുറയ്ക്കുക. ഇത് 3000 രൂപയ്ക്ക് വാങ്ങിയ സാധനം 3090 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ശതമാനം? വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ്, വിറ്റ വില സെല്ലിംഗ് പ്രൈസ്, ലാഭം പ്രോഫിറ്റ്. നമുക്ക് പ്രോഫിറ്റ് പെർസെൻ്റ് ആണ് കാണേണ്ടത്. ലാഭ ശതമാനം കാണുന്നതിൻ്റെ സൂത്രവാക്യം ലാഭം ബൈ വാങ്ങിയ വില × 100. 3000 രൂപയ്ക്ക് വാങ്ങിയ സാധനം 3090 രൂപയ്ക്ക് വിറ്റാൽ നമുക്കറിയാം ലാഭം 90 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. 3090 100ന് ആകെ എത്ര ഘടകങ്ങളുണ്ട്? ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ആണ്. നമുക്ക് 100ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് അത് കാണണം. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ കാണാൻ നമ്മൾ ചെയ്യേണ്ടത് അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അതായത് അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതുക. 100നെ അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതുക. 100നെ പ്രൈം നമ്പേഴ്സ് കൊണ്ട് മാത്രം ഹരിക്കുക. പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഹരിക്കുമ്പോൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 50.